മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതായത് ഒരു വീടിൻ്റെ നിർമ്മാണ വേളയിലും അവിടെ താമസം തുടങ്ങിയതിന് ശേഷവും പാലിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി, കെട്ടിടത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയിൽ വേണം അതിഥികളെയും ബന്ധുക്കളെയും താമസിപ്പിക്കേണ്ടുന്നത്. പഠിക്കുമ്പോഴും പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും കുട്ടികൾ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് അഭിമുഖമായി വേണം ഇരിക്കേണ്ടത്. അത് അവരുടെ തലച്ചോറ് കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കുവാൻ സഹായിക്കും. കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ഓർമ്മശക്തി കൂട്ടുവാനും ഇടയാക്കുകയും ചെയ്യും. വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തുള്ള മുറിയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ തുറക്കുന്ന രീതിയിൽ ഉള്ള അലമാരയിലോ മറ്റോ വേണം സൂക്ഷിക്കുവാൻ. വീട്ടിലെ പ്രായം കൂടിയവരും രോഗികളുമായ ആളുകൾ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ തെക്കോട്ട് തലവെച്ച് വേണം ഉറങ്ങുവാൻ. അസുഖങ്ങൾ വേഗം ഭേദമാകുവാൻ ഇത് ഇടയാകും. ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി വേണം ഇരിക്കുവാൻ. പ്രകൃതി ശക്തികളിൽ നിന്നുള്ള ഊർജം സ്ഥിരമായും തുടർച്ചയായും കിട്ടുന്നത് വഴി നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. ആഹാരം കഴിക്കുമ്പോൾ മാത്രം വടക്കോട്ട് നോക്കിയിരിക്കരുത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കിഴക്കും വടക്കും ഉത്തമം ആണ്. വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ എപ്പോഴും നനവുണ്ടായിരിക്കണം. കുഴൽക്കിണറുകൾ, ഭൂമിക്ക് അടിയിലുള്ള ജലസംഭരണികൾ, വെള്ളത്തൊട്ടികൾ എല്ലാം വടക്ക് കിഴക്ക് ഭാഗത്ത് വേണം സ്ഥാപിക്കുവാൻ. ഈ മൂലയിലെ നനവ് ധനവരവ് സുഗമമാക്കും. നിർമ്മാണം പൂർത്തിയായാൽ ഉടനെ വീട് ഭാഗം ചെയ്യരുത്. പിതാവിൻ്റെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുമ്പോൾ മൂത്ത മകന് പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ തെക്ക് വശത്തുള്ള വസ്തുക്കളും ഇളയ മകന് വടക്ക് വശത്തോ കിഴക്ക് വശത്തെ വസ്തുക്കളോ നൽകണം. കഴിവതും വീടിൻ്റെ ചുറ്റുമതിൽ നിർമ്മിച്ച ശേഷം ഗൃഹപ്രവേശനം നടത്തുന്നതാണ് ഉത്തമം. ഇല്ലെങ്കിൽ പാലുകാച്ച് ചടങ്ങിന് ശേഷം ഇത് ചെയ്യുക. ചില ദോഷങ്ങളൊക്കെ ഇതുമൂലം തടയുവാൻ കഴിയും. ആരാധനാലയങ്ങളിൽ നിന്നും കുറഞ്ഞത് 250 അടിയെങ്കിലും അകലത്തിൽ വേണം വീട് പണിയുവാൻ. വടക്ക് കിഴക്കേ മൂലയിലെ ചുറ്റുമതിലിന് വളവ് ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഇത് അഭിവൃദ്ധിയെ തടയുവാനിടയാകും. ആരാധനാലയങ്ങളുടെ നിഴൽ ഒരു കാരണവശാലും വീടിനുമേൽ പതിക്കുവാൻ ഇടവരരുത്. വീടിന് അടുത്ത് വസ്തു വാങ്ങുവാൻ ഇടയായാൽ കിഴക്കും വടക്കും ഉള്ളവയെ വാങ്ങാവൂ. പടിഞ്ഞാറും തെക്കും ഉള്ളത് ഒരു കാരണവശാലും വാങ്ങരുത്. വീടിൻ്റെ തറനിരപ്പ് പുറത്തെ പബ്ലിക് റോഡിൻ്റെ നിരപ്പിൽ നിന്നും താഴ്ന്നു പോകുവാൻ പാടില്ല. വീടിൻ്റെ പ്രധാന വാതിലിനേക്കാൾ ചെറുതായിരിക്കണം മറ്റു വാതിലുകൾ. ജനാലകളും വാതിലുകളും തമ്മിൽ 2:1 എന്ന അനുപാതത്തിലായിരിക്കുകയും വേണം. വീടിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ വാഴ, മാവ്, നാരകം, തെങ്ങ്, മുല്ല, റോസ് എന്നിവ വളർത്താവുന്നതാണ്. എന്നാൽ പുളി, കാഞ്ഞിരം എന്നീ വൃക്ഷങ്ങൾ പാടില്ല. ഈ കാര്യങ്ങൾ എല്ലാ കാലവും പിഴവ് കൂടാതെ പാലിക്കുകയാണെങ്കിൽ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഏറ്റവും നല്ല ഫലങ്ങൾ നേടുവാനും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏവരും താല്പര്യമുള്ളവർ ഇത് പാലിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക.
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അടുത്തൊരു വിഷയവുമായി വരുന്നതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.